വെൽഫൈയിലേക്ക് വരാനുള്ള കാരണം എനിക്ക് എൻ്റെ ഡിസ്കിൽ ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ ഡിസ്കിന് ഒരു ബൾജ് ഉണ്ടായിരുന്നു. എൻ്റെ റൈറ്റ് സൈഡ് ലെഗ് ഫുള്ളായിട്ട് നെർവ്സ് എല്ലാം ബ്ലോക്ക് ആയ മാതിരി എന്നെക്കൊണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ കാല് എനിക്ക് താഴെ കുത്താൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഫസ്റ്റ് വിത്തിൻ 6-7 ഡേയ്സിൻ്റെ ഉള്ളിൽ എൻ്റെ പെയിൻ എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് ഓൺ മൈ റിക്കവറി സ്റ്റേജ്. ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ കണ്ട കുറേ ആൾക്കാരുണ്ട് മാറിപ്പോയവർ, ഇന്നും കുറേ പേര് മാറിപ്പോകും. ഓഫ് കോഴ്സ് നിങ്ങൾക്കും മാറാനുള്ള ചാൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഷുവർ ഗിവ് എ വിസിറ്റ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ പ്രൊസീഡിങ്സിൽ പാസ്റ്റ് 1 year ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലായിടത്തും എനിക്ക് ഓപ്പറേഷൻ കൈൻഡ് ഓഫ് തിങ്സ് ആയിരുന്നു എല്ലാവരും എനിക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ടൈം പീരീഡിലായിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ വെൽഫൈൻ്റെ ഒരു ആഡ് കാണുന്നതും ഐ ഗോ ഓൺ ത്രൂ ആ പേജിലേക്ക് പോയി അവരെ കാര്യങ്ങളൊക്കെ നോക്കി. ഐ ഫെൽറ്റ് ലിറ്റിൽ ബിറ്റ് മോർ കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ഓപ്പറേഷൻ ഇല്ല, കാര്യങ്ങൾ തെറാപ്പി സെഷൻസ് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ഹാപ്പി. ആക്ച്വലി എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ 1 month ടൈം എടുത്തു. സ്റ്റിൽ ഐ എം ഓക്കെ. ഇറ്റ്സ് ലൈക്ക് വിത്തൗട്ട് മെഡിസിൻസ്, ഓൺലി യുവർ തെറാപ്പി ആൻഡ് യുവർ പോസിറ്റീവ് ബിലീഫ്. അതാണ് അവരെ മെയിൻ ട്രീറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. പീപ്പിൾ ഹിയർ ദേ റിയലി ഹാവ് കെയർ ഫോർ യു, ദേ ലുക്ക് ഫോർ യു ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്. നമ്മളെവിടെ തിരിഞ്ഞാലും അവരുണ്ടാവും. ഇറ്റ്സ് റിയലി ഗുഡ് പ്ലേസ് ടു ഹാവ്. ഒരു കംഫർട്ടബിൾ ഉണ്ടാവും. നമ്മളൊരു ഹോസ്പിറ്റലിലാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. വിൽ ബി മോർ കംഫർട്ടബിൾ ബീയിങ് ഹിയർ. അവരെ സറൗണ്ടിങ്, വെൽബീയിങ് എല്ലാം കൊണ്ടും ഇറ്റ്സ് റിയലി ഗുഡ്. എൻ്റെ കൺസൾട്ടിങ് ഡോക്ടർ വന്നിട്ട് ആക്ച്വലി ദീപ്തി മാഡം ആയിരുന്നു. ദീപ്തി മാഡം എൻ്റെ പ്രോബ്ലംസ് എനിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നു. എനിക്ക് അതിനുശേഷം എൻ്റെ ഫിസിയോ സെഷൻസ് വാസ് റിയലി ഗുഡ്. ഷഹാനാസ്, ഷി വാസ് റിയലി എ ജെം. ഞാൻ അങ്ങനെ ഒരു ഓപ്പൺ ആയ ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളടുത്ത് ഓപ്പണായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മേ ബി എൻ്റെ ഫിസിയോതെറാപ്പി ഷഹാനൻ്റെ അടുത്തായിരിക്കും. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇന്നേവരെക്കും എൻ്റെ ഒരു സെഷനിലും എനിക്ക് ഒരു ഇതും ലൈക്ക് എങ്ങനെ പറയാം, നമുക്കൊരു കംപ്ലൈൻറ്റ് ആയിട്ടൊന്നും നോട്ടീസ് ചെയ്യാൻ പോലും എനിക്കൊരിത് കിട്ടിയിട്ടില്ല. അവരെപ്പോഴും ദേ വർ റിയലി ഗുഡ് ടു മീ.